നമസ്കാരം. പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് സ്വീകരണവും അന്നവും ഒക്കെ വിളമ്പി പുതിയ കരാർ ഉണ്ടാക്കാൻ പുറപ്പെട്ട ട്രംപിന് ശക്തമായ പണി കിട്ടിയിരിക്കുകയാണ്. G7 ഉച്ചകോടിയിൽ നിന്ന് തിരക്കിട്ട് അമേരിക്കൻ വസതിയിലേക്ക് മടങ്ങി പാകിസ്ഥാന് സ്നേഹവിരുന്നൊരുക്കിയപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചു നീട്ടിയ സമ്പത്തിന്റെ നീണ്ട പട്ടികയുണ്ട്. അതിൽ കൊതി പിടിച്ചിട്ടാണ് ട്രംപ് പാകിസ്ഥാൻ അനുകൂല നിലപാട് എടുത്തതും ഇന്ത്യയെ തഴഞ്ഞും തള്ളിയുമൊക്കെ പാകിസ്ഥാനെ ചേർത്തു പിടിച്ചതും. എന്നാൽ ട്രംപിന്റെ ആ മോഹം അസ്ഥാനത്തായി. പാകിസ്ഥാൻ തട്ടിവിട്ടതൊക്കെ സമ്പൂർണ്ണ കള്ളങ്ങളാണെന്നും പാകിസ്ഥാന് സ്വന്തമായ ഒരു ചുക്കുമില്ലെന്നും അത് കണ്ടിട്ട് ട്രംപ് കൈയച്ചു സഹായിക്കേണ്ട എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ബലൂചിസ്ഥാൻ നേതാവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തുറന്ന കത്തെഴുതി ബലൂചിസ്ഥാൻ നേതാവ് മിർയാർ ബലൂച്ചാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ സൈനിക നേതൃത്വവും നയതന്ത്ര ചാനലുകളും പാകിസ്ഥാനിൽ വൻ എണ്ണ സമ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നാണ് മിർയാർ ബലൂച്ച് കത്തിലൂടെ വ്യക്തമാക്കുന്നത്. എണ്ണ, പ്രകൃതിവാതകം, ചെമ്പ്, ലിഥിയം, യുറേനിയം, അപൂർവ ഭൗമധാതുക്കൾ എന്നിവയുടെ കരുതൽ ശേഖരങ്ങൾ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനിന്റേതാണെന്നും പാകിസ്ഥാന്റെ ഭാഗമല്ല എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. നിങ്ങളുടെ ഭരണകൂടത്തെ പാകിസ്ഥാൻ സൈനിക നേതൃത്വം, പ്രത്യേകിച്ച് ജനറൽ അസീം മുനീർ, നിർണായക വിഭവങ്ങളുടെ യഥാർത്ഥ ഭൂമിശാസ്ത്രവും ഉടമസ്ഥാവകാശവും സംബന്ധിച്ച് ഗുരുതരമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് മിർയാർ ബലൂച്ച് കത്തിൽ പറയുന്നത്. ഈ വിഭവങ്ങളെല്ലാം പഞ്ചാബിന്റെ, അതായത് യഥാർത്ഥ പാകിസ്ഥാന്റെ പ്രദേശങ്ങളിൽ അല്ല, മറിച്ച് ബലൂചിസ്ഥാനിലാണ്. ബലൂചിസ്ഥാൻ ചരിത്രപരമായി സ്വതന്ത്ര രാഷ്ട്രമാണ്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ അനധികൃത കൈവശപ്പെടുത്തലിന് കീഴിലാണ് രാജ്യം. ഈ വിഭവങ്ങൾ പാകിസ്ഥാന്റേതാണെന്ന വാദം തെറ്റായതു മാത്രമല്ല, ബലൂചിസ്ഥാന്റെ സമ്പത്ത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ ലാഭത്തിനായി കവർന്നെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമവുമാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനുമായി ഒരു സുപ്രധാന കരാറിൽ ഏർപ്പെട്ടതായി ട്രംപ് കഴിഞ്ഞ ദിവസം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബലൂച്ച് നേതാവിന്റെ തുറന്ന കത്ത്. പാകിസ്ഥാന്റെ വൻ എണ്ണ ശേഖരം വർദ്ധിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഈ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലാണ് തങ്ങളെന്നും ട്രംപ് വ്യക്തമാക്കി. പിന്നാലെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ റൈഫനറിയായ സിനർജിക്കോ വിറ്റോളുമായി 10 ലക്ഷം ബാരൽ അമേരിക്കൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കരാർ അന്തിമമാക്കിയതായി കമ്പനിയുടെ വൈസ് ചെയർമാൻ ഉസാമ ഖുറേഷി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഇത് പാകിസ്ഥാന്റെ ആദ്യ അമേരിക്കൻ ക്രൂഡ് ഓയിൽ വാങ്ങലായിരിക്കും. എന്നാൽ ബലൂചിസ്ഥാൻ വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന ശക്തമായ നിലപാടാണ് മിർയാർ ബലൂച്ച് സ്വീകരിക്കുന്നത്. പാകിസ്ഥാൻ, ചൈന അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ ശക്തികൾ ബലൂച്ച് ജനതയുടെ വ്യക്തമായ അനുമതിയില്ലാതെ ഭൂമിയോ അതിന്റെ വിഭവങ്ങളോ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല എന്നും ബലൂചിസ്ഥാനിലെ പരമാധികാരം ചർച്ചയ്ക്ക് വിധേയമല്ല എന്നും കത്തിൽ പറയുന്നുണ്ട്. കൂടാതെ ശരിയായ ഉടമസ്ഥാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള പോരാട്ടം മാന്യവും ദൃഢവുമായി തുടരുന്നു എന്നും അദ്ദേഹം തന്റെ തുറന്ന കത്തിൽ എഴുതി. ജൂണിൽ ജനറൽ അസീം മുനീറും ട്രംപും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടന്ന ഉച്ചഭക്ഷണ സമ്മേളനത്തിൽ ബലൂചിസ്ഥാന്റെ വൻ ധാതുകരുതലുകൾ ചർച്ചയ്ക്ക് വിഷയമാക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ കൂടിക്കാഴ്ച തന്ത്രപ്രധാനമായ സമ്പത്തിന്റെ ഒരു കേന്ദ്രമായി ബലൂചിസ്ഥാനെ US കാണുന്നതിന്റെ സൂചനയുമാണ്. എന്നാൽ ബലൂച്ച് നേതാക്കൾ ഈ വിഭവങ്ങൾ ഇസ്ലാമാബാദിനോ പഞ്ചാബിനോ അല്ല, ബലൂച്ച് ജനതയ്ക്ക് മാത്രമാണ് അവകാശപ്പെട്ടതെന്ന് വാദിക്കുന്നു. ബലൂചിസ്ഥാന്റെ $1 ട്രില്യൺ മൂല്യമുള്ള ധാതു സമ്പത്ത് ചൂഷണം ചെയ്യാൻ അനുവദിക്കുന്നത് ആഗോള സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മിർയാർ ബലൂച്ച് വ്യക്തമാക്കുന്നു. അത് ISIയുടെ പ്രവർത്തന സാമ്പത്തിക ശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ആഗോള ഭീകര ശൃംഖലകൾ വിപുലീകരിക്കാനും കൂടുതൽ ഭീകരരെ റിക്രൂട്ട് ചെയ്യാനും വൻ ആക്രമണങ്ങൾ സുഗമമാക്കാനും ഇതവരെ പ്രാപ്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബലൂചിസ്ഥാൻ 1948 പാകിസ്ഥാൻ ബലമായി കൈവശപ്പെടുത്തിയത് മുതൽ ഈ പ്രദേശം തുടർച്ചയായ അടിച്ചമർത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്നും ബലൂച്ച് നേതാക്കൾ വാദിക്കുന്നു. നിർബന്ധിത തിരോധാനങ്ങൾ, നിയമവിരുദ്ധ കൊലപാതകങ്ങൾ, ബലൂച്ച് നേതാക്കളുടെ അന്യായ വിചാരണകൾ എന്നിവയ്ക്കെതിരെ ബലൂച്ച് നാഷണൽ മൂവ്മെന്റ് പോലുള്ള സംഘടനകൾ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു വരികയാണ്. അതൊക്കെ കൊണ്ട് തന്നെ പാകിസ്ഥാന്റെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ട്രംപിന് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും വിചാരിക്കുന്ന പോലെ എളുപ്പമാവില്ല കാര്യങ്ങളെന്നും വ്യക്തമാക്കി കൊടുക്കുകയാണ്. ചുരുക്കത്തിൽ പാകിസ്ഥാനെ വിശ്വസിച്ച് ട്രംപിന് 8ന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച